എന്നിട്ട് എന്നൊരു വാർത്ത. കൊല്ലപ്പെട്ട CITU പ്രവർത്തകൻ ജിതിൻ്റെ ബന്ധുവായ അനിലുമായി പ്രതികളായ 3 പേർക്ക് തർക്കമുണ്ടായിരുന്നുവെന്ന FIR പറയുന്നു. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും FIRൽ പരാമർശമില്ല. എന്നാൽ ജിതിൻ്റേത് രാഷ്ട്രീയ കൊലപാതകം തന്നെയെന്നാണ് CPM പത്തനംതിട്ട പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു പറഞ്ഞത്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തോ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് സാഹചര്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജിതിൻ CITU അംഗവും DYFIയുടെ സജീവ പ്രവർത്തകനും. പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഫോട്ടോയും മറ്റു കാര്യങ്ങളും എല്ലാം ഇന്നലെ തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രതികൾ പത്തനംതിട്ട ആശുപത്രിയിൽ OP ടിക്കറ്റ് എടുത്തു. OP ടിക്കറ്റ് എടുത്ത് ആ സമയത്ത് തന്നെ ഇവിടെ നിന്ന് ആ ടിക്കറ്റും കളഞ്ഞിട്ട് മുങ്ങുവാണ് ഉണ്ടായത്. ജിതിന് രാഷ്ട്രീയമായി ശത്രുക്കൾ ഉണ്ടായിരുന്നില്ലെന്ന് അച്ഛൻ ഷാജി പറയുന്നു. 11 മണിക്ക് വീട്ടിൽ 2 പേര് വന്ന് എന്നോട് പറയുമായിരുന്നു ഇതുപോലെ ജിതിന് ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. 11 മണിക്ക് രാത്രി 10 മണിക്ക് ആ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. പെരുന്നാടുകാരാ പ്രതികൾ. രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പിള്ളേർ DYFI പ്രവർത്തനത്തിനൊക്കെ പോകുന്ന പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴക്കിന് വലിക്കുന്നു എന്നുള്ള കാര്യത്തിനൊന്നും പോകുന്നില്ല. സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നെന്ന് ആക്രമണത്തിനിരയായ ജിതിൻ്റെ സുഹൃത്ത് വിഷ്ണു സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ബേക്കറി കയറിയ ഒരു പയ്യൻ ബേക്കറി കയറിയ സമയത്ത് അവിടെ കൂട്ടം കൂടിയിരുന്ന ഒരു 3-4 പേര് ആ പയ്യനെ തെറി വിളിക്കുകയും അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പം ആ സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ എന്നെ അടിക്കാൻ പോകുന്നു. ഞാൻ പറയുന്നത് അവിടെ നിൽക്കാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ കാണുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് ഈ പയ്യനെ അടിക്കുന്നതായിട്ടാണ്. ഞാൻ ചെന്നിറങ്ങി അവരോട് സംസാരിച്ചു അടിക്കരുത്. അന്നേരം അവർ മാറി വന്നു. അത് കഴിഞ്ഞ് ഈ പറയുന്ന കുത്തിയ പ്രതി വിഷ്ണു എന്ന് പറയുന്ന ആൾ അവിടെ വന്നിറങ്ങിയിരുന്നു. അയാളോട് നമ്മൾ പറഞ്ഞു അടിക്കരുത്. അന്നേരം അടിച്ചില്ല. അന്നേരമാണ് ഈ പറയുന്ന ജിതിൻ തൊട്ട് പുറകെ വരുന്നത്. ജിതിൻ പുറകെ വന്ന് നിൽക്കുന്ന കണ്ടപ്പോഴേ ഈ നിഖിലേഷ് എന്ന് പറയുന്നൊരു പയ്യൻ ഇവനെ കൊല്ലടാമെന്നും പറഞ്ഞ് അടിച്ചു കൊല്ലടാമെന്നും പറഞ്ഞ് ചാടി വരുന്ന കണ്ടത്. അന്നേരത്തേക്ക് ഈ പറയുന്ന വിഷ്ണു കാറിനകത്തുനിന്ന് വടിവാളെടുത്ത് കുത്തുമായിരുന്നു. കത്തിക്കുത്തേറ്റാണ് ജിതിൻ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഈ FIRലെ രാഷ്ട്രീയമായ കാരണം ഈ കൊലപാതകത്തിനുണ്ട് എന്ന് പറയുന്നില്ല. അപ്പം മറ്റ് കാരണങ്ങൾ തന്നെയാണോ ഇതിലേക്ക് നയിച്ചത്? FIR മാത്രമാണ്. FIR പ്രാഥമിക രേഖയാണ്. അതിൽ കൂട്ടിച്ചേർക്കാമെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. വളരെ വ്യക്തമായി തന്നെ CPM നേതാക്കളും അതുപോലെ തന്നെ DYFI ജില്ലാ സെക്രട്ടറി B നിസാം അടക്കമുള്ള ആളുകളും ഇവിടെ എത്തിച്ചേർന്ന് അല്പസമയം മുൻപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വളരെ കൃത്യമാണ്. അവിടെ തൊഴിൽപരമായ ചില തർക്കങ്ങൾ നടന്നിരുന്നു. ചുമട്ടുതൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹിത്വം ഒക്കെ ഇത്തരത്തിൽ ജിതിനുണ്ട്. സ്വാഭാവികമായി തൊഴിൽപരമായി നടന്ന തർക്കങ്ങളുടെ ഭാഗമായി ഇന്നലെ വൈകുന്നേരം ഒരു സംഘർഷം ഇന്നലെ വൈകുന്നേരം ഒരു തർക്കം ഒരു ബേക്കറിയിൽ വെച്ച് നടക്കുന്നു. അതിലൊരു മറ്റൊരു ചെറുപ്പക്കാരനെ മർദ്ദിക്കാനായി, അദ്ദേഹം DYFI പ്രവർത്തകൻ തന്നെയാണ്, അദ്ദേഹത്തെ മർദ്ദിക്കാൻ പോകുന്നു. അങ്ങനെയാണ് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ആളുകൾ അനിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവിന് മർദ്ദനമേൽക്കുന്നത്. അങ്ങനെ ഈ അനന്തു അനിലിന് മർദ്ദനമേറ്റ സാഹചര്യത്തിൽ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവർക്ക് പരിക്കേറ്റ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നതാണ് ഈ ജിതിൻ അടക്കമുള്ള ആളുകൾ. അവിടെയാണ് RSS പ്രവർത്തകരായ വിഷ്ണു അടക്കമുള്ള ആളുകൾ അവിടെ ചെന്ന് ആക്രമണം നടത്തുന്നതെന്നാണ്, നിഖിലേഷ്, വിഷ്ണു അടക്കമുള്ള ആളുകൾ ആക്രമണം നടത്തുന്നതെന്നാണ് പറയുന്നത്. നമ്മോടൊപ്പം CITUവിൻ്റെ നേതാവ് ഹരിദാസ് കൂടി ചേരുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? അല്ല എന്തിനാ ഈ പാവപ്പെട്ട ജിതിനെ വളഞ്ഞു വെച്ച് കൊന്നത്? പ്രൊഫഷണൽ കില്ലർമാല ചെയ്യുന്നവരല്ലേ കൊലപ്പെടുത്തത്. അവിടെ ഏത് കാര്യത്തിനും ചെറുപ്പക്കാരുടെ വിഷയത്തിലായാലും നാടിൻ്റെ വിഷയത്തിലായാലും എല്ലാം മുന്നേപ്പന്തിയിൽ നിന്നൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അല്ലേ ആരും കൊല ചെയ്തത്? അവിടെ എല്ലാ സാമൂഹിക സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ BJP RS അവർ സംഘർഷം സൃഷ്ടിക്കുകയാണ് വരുന്നത്. എത്ര പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അവിടെ ശുഭാനന്ദ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഒരു സന്യാസിയുടെ ആശ്രമം തകർക്കാനും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപദ്രവിക്കാനും വധിക്കാനും ശ്രമിച്ചില്ലേ? തൊഴിൽ മേഖല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? കൊലയാളി സംഘത്തിൻ്റെ അഴിഞ്ഞാട്ടത്തിൻ്റെ രാഷ്ട്രീയമല്ലേ? അല്ല എന്താ? അല്ല ചെറുക്കൻ്റെ രാത്രി എന്ത് ചെയ്തിട്ടാ? അവിടെ DYFIക്കാർ ഉപദ്രവിക്കാൻ ചെയ്യുന്ന കണ്ടു അവിടെ ചെന്നല്ലേ? BJP നേതൃത്വം അക്കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ പോലും തയ്യാറായിട്ടില്ല. BJPക്കാരുടെ നേതൃത്വത്തെ നമുക്കറിയണം. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറയുന്നത്, അവിടെ നാട്ടുകാരുടെ കാര്യം പറയുന്നത്. അവരല്ലേ സമ്മതിക്കുമോ? സ്ഥിരമായി കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് ഈ വിഷ്ണു അടക്കമുള്ള ആളുകളല്ലേ? അതെ, നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും ഏർപ്പാട് മുന്നേ നടക്കുകയല്ലേ? പ്രതിഷേധം ഉയർന്നു വരും.
JNC8 നേതാവ് ഹരിദാസാണ് നമ്മോട് സംസാരിച്ച പെരുന്നാട്ടുകാരനാണ്. വളരെ വൈകാരികമായാണ് അവർ സംസാരിക്കുന്നത്. കാരണം കൃത്യമായ രീതിയിൽ അവിടെ കുറേ സമയങ്ങളായി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് അടിച്ചമർത്തണം, നേരിടണം, പോലീസ് ഇടപെടണമെന്ന വളരെ കൃത്യമായ ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ജിതിൻ്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റാന്നിയിലെ സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിക്കും. അടുത്ത ദിവസം അമ്മ ബഹ്റൈനിലാണുള്ളത്. മകൾ സഹോദരിയുടെ പ്രസവാവശ്യവുമായി ബന്ധപ്പെട്ട് അവിടെയാണുള്ളത്. അമ്മ വന്നതിന് ശേഷം മറ്റ് സംസ്കാരമടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധമുണ്ട്. DYFI ഇന്ന് മുഴുവൻ ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലും പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം പത്തനംതിട്ടയിൽ CPM-ന്റെയും DYFI-യുടെ നേതൃത്വത്തിൽ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.